കണ്ണൂർ സീറ്റിനായി കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരന്റെ സമ്മർദ്ദ നീക്കങ്ങളിൽ മുട്ടുമടക്കിയ നേതൃത്വം. കണ്ണൂരിൽ കെ സുധാകരൻ UDF സ്ഥാനാർത്ഥിയാകും. MP-മാർക്ക് സീറ്റ് നൽകിയില്ലെന്ന തീരുമാനത്തിൽ സുധാകരന് മാത്രമായി ഇളവ് നൽകും. കെ സുധാകരൻ പാർട്ടി വിട്ടേക്കും എന്ന നിർണായക ഘട്ടത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണി കെ സുധാകരനുമായി സംസാരിച്ചു. പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന് സുധാകരനോട് പറഞ്ഞു എന്ന് പറയുകയായിരുന്നു AK ആന്റണി. ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ അനുകൂലികൾ അതിനിടയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. രാവിലെ ഒരു പ്രതിഷേധ പ്രകടനമായി തെരുവിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു. ഒരുപാട് പേർ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്തായിരുന്നു കെ സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് പിന്നെയും ഒരു അനുനയ നീക്കത്തിലേക്ക് പോകുന്നത്. പിന്നെയും ഒരു സീറ്റ് കിട്ടും എന്ന പോസിറ്റീവ് അവർക്ക് കെ സുധാകരൻ അനുകൂലികൾക്ക് KS ബ്രിഗേഡിന് പോസിറ്റീവ് ആയ കാര്യങ്ങൾ മാറിയത്. അപ്പോൾ അവർ ആഹ്ലാദ പ്രകടനം നടത്തി. അതേസമയം സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ് VD സതീശനും സണ്ണി ജോസഫും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി. അങ്ങനെ പല വാർത്തകളും വരും. അതിനൊക്കെ ഞാൻ എല്ലാത്തിനും പ്രതികരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് റോളില്ല, ഞങ്ങൾക്കൊരു റോളും ഇല്ല അതിൻ്റെ അകത്ത്. അത് സംസ്ഥാന നേതാക്കളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമെല്ലാം നിങ്ങൾ ചോദിക്കുന്നത്. അത് ACC നേതൃത്വം എടുത്ത തീരുമാനവും ആണ്. അവർ നിങ്ങൾ കൃത്യമായ സമയത്ത് അറിയിക്കും. അത് ഞങ്ങൾ ആരംഭം മുതൽ പറഞ്ഞു. ഹൈക്കമാൻഡാണ് തീരുമാനിച്ച് പ്രഖ്യാപനം അറിയിക്കുന്നത്. ഒരു പേരും പ്രഖ്യാപിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഹൈക്കമാൻഡാണ് എൻ്റെ പേരുൾപ്പെടെ പ്രസിദ്ധീകരിച്ചത്. ഒരു പ്രതിസന്ധിയുമില്ല. സാധാരണ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിനേക്കാൾ അനായാസേന ഒരു പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി, അജീഷ് ജയകുമാർ, R. ശ്രീധർ ഏറ്റവും പുതിയ വിവരങ്ങളും വച്ചിരുന്നു. ആദ്യം ബൽറാമിനെ കാണും. ബൽറാം, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഇന്നേക്ക് 4ാം ദിവസമാണ്. LDFും UDFും ആ രാത്രി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥികൾ തെരുവിലാണ്. ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. BJP 2ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ സജീവമാകുന്നു. ഇപ്പോഴും കോൺഗ്രസിന്റെ 2ാം ഘട്ട പ്രധാനപ്പെട്ട തർക്കമുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥിപ്പെട്ട് ഇനിയും വന്നിട്ടില്ല. സുധാകരനിൽ തട്ട് നിൽക്കുകയായിരുന്നു. ആ സുധാകരൻ ബാരിയർ അനുനയത്തിലൂടെ ഒഴിഞ്ഞു എന്ന് കരുതാവോ? സുധാകരൻ എന്തായാലും 12 മണിക്ക് നടത്താനെന്ന വാർത്താ സമ്മേളനം 2ാം തവണയും മാറ്റിവെക്കുന്നത് താൽക്കാലികമാണോ? യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഫൈനൽ തീരുമാനമായോ? ബൽറാം, കെ സുധാകരന്റെ കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ തുടരുകയായിരുന്നു. അത് അത്യന്തികം നാടകീയം എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ ആദ്യം സീറ്റില്ല എന്ന് പറഞ്ഞു. കെ സുധാകരൻ ഡൽഹിക്ക് പോകുമോ എന്ന കൺഫ്യൂഷൻ ഉണ്ടായി. കെ സുധാകരൻ കാപ്പാടൻ രമേശ് അനുസ്മരണ യോഗത്തിൽ വൈകാരികമായി സംസാരിച്ചതിനു ശേഷം ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചു. ഡൽഹിക്ക് പോകുമ്പോഴും കെ സുധാകരൻ പറഞ്ഞിരുന്നത് സീറ്റ് കണ്ണൂരിൽ ഞാൻ സ്ഥാനാർത്ഥിയാകും, അതിനപ്പുറം ഒരു ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചർച്ചയ്ക്കില്ല എന്ന പിടിവാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കെ സുധാകരൻ. അതിനുശേഷം പിന്നെയും എന്നാൽ പിന്നെ ഹൈക്കമാൻഡ് സീറ്റ് കൊടുത്തേക്കാം എന്നൊരു ധാരണയിലേക്ക് എത്തി. അങ്ങനെ അത് അനുനയത്തിലേക്ക് പോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് ആദ്യം വിളിച്ച വാർത്താ സമ്മേളനം ഒഴിവാക്കിയ സുധാകരൻ. ഇന്നലെ രാത്രിയോടെ പിന്നെയും കാര്യങ്ങൾ കീഴ്മേൽ തകടം മറിഞ്ഞു. ഹൈക്കമാൻഡ് അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആ തീരുമാനത്തിൽ MP-മാർക്ക് സീറ്റ് കൊടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിൽ പിന്നെയും തട്ടി. രാവിലെ പ്രതിഷേധം കണ്ണൂരിൽ. ഏറ്റവും ഒടുവിൽ ഞാൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കും, അവിടെ മാത്രം 25 സ്ഥാനാർത്ഥികളെ നിർത്തും എന്നൊക്കെയുള്ള കെ സുധാകരന്റെ ഭീമമായ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നു. കെ സുധാകരൻ ഒടുവിൽ കണ്ണൂർ സീറ്റ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ബൽറാം, അത് ഉറപ്പിക്കാവോ? ഹാഷ്മി, അതീവ നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ നടന്ന ചർച്ചകൾക്കിടെ ഉണ്ടായ നാടകീയ നീക്കങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായ നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ. അത് ഇന്നലെ ഉച്ച മുതൽ അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചെ 3:15 വരെയുള്ള സമയത്ത് നടന്നത്. അതിന്റെ തുടർച്ചയായിരുന്നു. ആ ഒരു യോഗത്തിൽ പലതവണ കെ സുധാകരനെ അന്വയിപ്പിക്കാൻ ശ്രമമുണ്ടായി. ഒടുവിൽ അദ്ദേഹത്തിന് പാർട്ടി ഹൈക്കമാൻഡ് വഴങ്ങി അദ്ദേഹത്തിനും അടൂർ പ്രകാശിനും സീറ്റ് നൽകുന്നത് തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങുകയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് CC ഇന്നലെ വൈകിട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് അപ്രതീക്ഷിതമായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതൃപ്തിയുമായി രംഗത്തെത്തുകയും ഈ തീരുമാനമെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് കെ സുധാകരനെയും അടൂർ പ്രകാശ് അടക്കമുള്ള MP-മാരെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതോടെയാണ് കെ സുധാകരൻ വീണ്ടും
കടുത്ത നീക്കങ്ങളിലേക്ക് ഹൈക്കമാൻഡിന്റെ ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹം നീങ്ങിയത്. അത് പാർട്ടിയിൽ നിന്നും പുറത്ത് ഇറങ്ങുക, MP സ്ഥാനം രാജിവെക്കുക, സ്വന്തമായി 25 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുക തുടങ്ങിയ കടുത്ത നീക്കങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ പരിഗണനയിലുണ്ടായിരുന്നത്. അതിനായുള്ള നീക്കങ്ങളും അദ്ദേഹം ആരംഭിച്ച ഘട്ടത്തിൽ അത് പാർട്ടിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകും എന്ന നേതൃത്വം മുന്നിൽ കണ്ടിരുന്നു. ഏറെ ആശങ്കയോടെയാണ് നേതാക്കൾ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ടത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സമവായത്തിനുള്ള സാധ്യതകൾ, ആ ഒരു സാധ്യത പരമാവധി അദ്ദേഹത്തെ അന്വയിപ്പിക്കാൻ കഴിയുന്നവരെല്ലാം തന്നെ ഇടപെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന വഴി. ഈ ഒരു ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല, AK ആന്റണി എന്നിവർ K സുധാകരനുമായി സംസാരിച്ചത്. ഈ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചത് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12 മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു K സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നത്. അത് ഒഴിവാക്കണം തൽക്കാലത്തേക്ക് എന്നുള്ളതായിരുന്നു. അല്പം കൂടി സമയം ചർച്ച ചെയ്ത് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു, അതിനായി അല്പം സമയം വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അത് സുധാകരൻ അംഗീകരിക്കുകയും 12 മണിക്ക് വാർത്താ സമ്മേളനം അത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർന്നാണ് AK ആന്റണിയും K സുധാകരനുമായി സംസാരിച്ചത്. അദ്ദേഹം പാർട്ടിക്ക് ഭരണത്തിലെത്താനുള്ള ഒരു അവസരം ഇത്തരം നടപടികളിലൂടെ ഒഴിവാക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇക്കാര്യം ഹൈക്കമാൻഡുമായും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആശയവിനിമയം നടത്തുകയും ഒടുവിൽ K സുധാകരൻ തുടക്കം ഇലക്ഷൻ തീരുമാനിക്കുന്നത് ഒക്കെ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യമായിരുന്നു, എന്താണ് ഈ MP-മാർ മത്സരിക്കുക എന്നുള്ള കാര്യം. അത് തെരഞ്ഞെടുപ്പിന്റെ 16-ാം മണിക്കൂർ വരെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അതിൽ K സുധാകരന്റെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കരുതാം. ബൽറാം, നോക്കൂ, അടൂർ പ്രകാശ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് എന്താണ്, മണ്ഡലം എൻ്റെ ഹൃദയമാണ്, അതിൽ അവിടെ ആര് സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ തന്നെ പ്രതീക്ഷിച്ചു, പക്ഷേ നിരാശരാവേണ്ടതില്ല, നമ്മളവിടെ ആരാണെങ്കിലും ജയിക്കും എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പടയെന്ന് ഡിലീറ്റ് ചെയ്ത് പിൻവലിച്ചു അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനും അപ്പോൾ ഇനി സ്റ്റേക്ക് വെക്കാം, സുധാകരൻ ഇളവ് നൽകിയാൽ ശിവഗിരിമഠം അടക്കം പറഞ്ഞ എന്താണ് എനിക്ക് സീറ്റ് വേണം എന്ന് സ്റ്റേക്ക് വെക്കാം, അല്ലെങ്കിൽ എന്ന് ക്ലെയിം വെക്കാം. അപ്പോൾ അതിനും വഴങ്ങേണ്ടി വരുമോ ബൽറാം? ഹാഷ്മി, സ്വാഭാവികമായും ഈ അടൂർ പ്രകാശും K സുധാകരനും ഒരുപോലെ സമ്മർദ്ദ നീക്കവുമായി രംഗത്തുണ്ടായിരുന്നതാണ്. K സുധാകരന്റെ സമ്മർദ്ദ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒരുവിധം പരസ്യമായിരുന്നുവെങ്കിൽ അതീവ രഹസ്യമായുള്ള നീക്കങ്ങളായിരുന്നു അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം മറ്റ് സംഘടനകൾ അടക്കമുള്ളവരുമായി സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികൾ അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടായി. എന്നാൽ നിലവിലെ പശ്ചാത്തലത്തിൽ അടൂർ പ്രകാശിന് ഈ കാര്യത്തിൽ അതൃപ്തിയുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇളവ് K സുധാകരന്റെ കാര്യത്തിൽ മാത്രമാണ് പരിഗണനയിലുള്ളത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരസ്യമായ നിലപാട് ഇതുവരെ സുധാകരൻ വ്യക്തമാക്കിയതുപോലെ കടുത്ത നിലപാടിലേക്ക് പോകും എന്ന ഒരു തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ചില പോസ്റ്റുകൾ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹം നടത്തിയ ചില പോസ്റ്റുകളിലെ ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണെങ്കിലും അത് പരസ്യപ്പെടുത്താൻ ഇതുവരെ അദ്ദേഹം തയ്യാറായിട്ടില്ല. K സുധാകരൻ അങ്ങനെയല്ല, പരസ്യപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ കേരളത്തിൽ ഉടനീളം അതിന്റെ അലയൊലികൾ ഉണ്ടാകും. 25ഓളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് അത് പാർട്ടിയെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യത്തിന് വഴിവെച്ചേക്കുമെന്നും നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ K സുധാകരന് മാത്രമായ ഒരു ഇളവ് എന്നുള്ളതാണ് പരിഗണനയിലുള്ളത്. അതിലും അന്തിമമായ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അത് സ്ഥാനാർത്ഥി പട്ടിക, അന്തിമ പട്ടിക തയ്യാറാകുമ്പോൾ അത് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും വ്യക്തമാകുക. നേരത്തെ അറിയിച്ചിരുന്നത് രണ്ടാം ഘട്ട പട്ടിക 11 മണിയോടെയും ബാക്കിയുള്ള 5 സീറ്റുകളിൽ തീരുമാനം വൈകിട്ടോടെയും എത്തും എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇനി ഒറ്റ പട്ടികയായി ബാക്കിയുള്ള 40 പേരുകൾ അത് ഒന്നിച്ചാകാം വരിക എന്നാണ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ആ ഒരു പട്ടികയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ആ പട്ടികയിൽ സുധാകരന്റെ പേരുണ്ടെങ്കിൽ അത് സുധാകരന്റെ വലിയ വിജയമാണ് ഹൈക്കമാൻഡിന്റെ ഈ നിബന്ധനകൾക്ക് മുന്നിൽ. ഇനി സുധാകരന്റെ പേരില്ലാത്തതാണ് ആ പട്ടികയെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ച പടനീക്കം അത് സുധാകരൻ പുനരാരംഭിക്കും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.